അധ്യായം 10 ഒഴിഞ്ഞുപോകുന്ന എൽഫ്ലാൻഡ്. അടുത്ത ദിവസം രാവിലെ അൽവരിക് ലെറാസലിനെ തേടി രാത്രി മുഴുവൻ പല വിചിത്ര സ്ഥലങ്ങളിലും അലഞ്ഞു ക്ഷീണിതനും നിരാശനുമായി സിറുൻഡ്രൽ എന്ന മന്ത്രവാദിനിയുടെ ഗോപുരത്തിലെത്തി. എന്തു ഭ്രാന്തൻ ചിന്തയാകാം അവളെ പുറത്തേക്ക് നയിച്ചതെന്നും എവിടേക്കായിരിക്കാം അവൾ പോയതെന്നും മോഹിക്കാൻ അവൻ രാത്രി മുഴുവൻ ശ്രമിച്ചു. അവൾ കല്ലുകളോട് പ്രാർത്ഥിച്ചിരുന്ന അരുവിയിലും നക്ഷത്രങ്ങളോട് പ്രാർത്ഥിച്ചിരുന്ന കുളത്തിനരികിലും അവൻ തിരഞ്ഞു. ഓരോ ഗോപുരത്തിന്റെ മുകളിലിരുന്നും അവൻ അവളുടെ പേര് വിളിച്ചു, ഇരുട്ടിൽ ഉച്ചത്തിൽ വിളിച്ചു. പക്ഷെ ഒരു മട്ടുലി മാത്രം അവൻ ഉത്തരമായി കിട്ടി. അങ്ങനെ ഒടുവിൽ അവൻ മന്ത്രവാദിനി സിറുണ്ടർലിന്റെ അടുത്തേക്കെത്തി. എവിടേക്ക്? അവൻ ചോദിച്ചു. തന്റെ ഭയം ആൺകുട്ടി അറിയാതിരിക്കാൻ അവൻ അതിൽ കൂടുതലൊന്നും പറഞ്ഞില്ല. എങ്കിലും ഓറേൻ അത് മനസ്സിലാക്കി. ദുഃഖത്തോടെ സിറുൻഡ്രൽ തലയാട്ടി. ഇലകളുടെ വഴിയേ, അവൾ പറഞ്ഞു, സകല സൗന്ദര്യത്തിന്റെയും വഴിയേ. പക്ഷേ അൽവരിക് അവളുടെ ആദ്യത്തെ 5 വാക്കുകൾക്ക് അപ്പുറം കേൾക്കാൻ നിന്നില്ല. അവൻ വന്ന അതേ അക്ഷമയോടെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി, തിടുക്കത്തിൽ പടികളിറങ്ങി ആ മനോഹരമായ ഇലകൾ ഏതു വഴിക്കാണ് പോയതെന്ന് കാണാൻ കാറ്റുള്ള ആ പ്രഭാതത്തിലേക്ക് ഉടനെ തന്നെ ഇറങ്ങി. തണുത്ത ചില്ലകളിൽ അധിക നേരം ഒട്ടിപ്പിടിച്ചിരുന്ന ഏതാനും ഇലകൾ അവരുടെ കൂട്ടുകാരുടെ സന്തോഷകരമായ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ തനിച്ചായി അവസാനമായി കാറ്റിൽ പറന്നു. അവ തെക്കുകിഴക്ക് എൽഫ്ലാൻഡിലേക്ക് പോകുന്നതായി അൽവരിക് കണ്ടു. അപ്പോൾ അവൻ തിടുക്കത്തിൽ തന്റെ മാന്ത്രിക വാൾ വിശാലമായ തുകല്ലുറയിൽ ധരിച്ചു. വളരെ കുറഞ്ഞ ഭക്ഷണസാധനങ്ങളുമായി ഇലകളുടെ പിറകെ വയലുകളിലൂടെ വേഗത്തിലോടി. അവയുടെ ശരത്പ്രഭാവനെ നയിച്ചു. തങ്ങളുടെ അന്ത്യദിനങ്ങളിൽ അതിമനോഹരമായി നിലംപതിക്കുന്ന പല കാരണങ്ങളും മനുഷ്യരെ നയിക്കുന്നതുപോലെ. അങ്ങനെ പുൽമേടുകളിലെ പുല്ലുകളെ മഞ്ഞിനാൽ ചാരുനിറമാക്കിയ ഉന്നത ഭൂമിയിലേക്ക് അവനെത്തി. അവിടെ അന്തരീക്ഷം സൂര്യപ്രകാശത്തിൽ തിളങ്ങിക്കൊണ്ടിരുന്നു. അവസാനത്തെ ഇലകളാൽ സന്തോഷപൂർണവുമായിരുന്നു. പക്ഷേ കന്നുകാലികളുടെ അമരലിന്റെ ശബ്ദത്തിൽ ഒരു ദുഃഖം നിഴലിക്കുന്നതായി തോന്നി. ശാന്തവും തെളിഞ്ഞ പ്രഭാതത്തിൽ വടക്കുപടിഞ്ഞാറൻ കാറ്റു വീശുമ്പോൾ അൽവരിക്കിന് ഒരു ശാന്തതയും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നെന്തോ നഷ്ടപ്പെട്ട ഒരാളുടെ ധൃതിയോടെ അവൻ മുന്നോട്ടു നീങ്ങി. അങ്ങനെയുള്ളവരുടെ വേഗതയും പരിഭ്രാന്തഭാവവും അവനുണ്ടായിരുന്നു. ഇലകൾ നയിച്ച തെക്കുകിഴക്ക് ദിശയിലുള്ള വ്യക്തവും വിശാലവുമായ ചക്രവാതങ്ങളിലേക്ക് അവൻ ദിവസം മുഴുവൻ നോക്കി നിന്നു. സന്ധ്യയായപ്പോൾ അവൻ എൽഫിൻ പർവ്വതങ്ങൾ കാണാനായി നോക്കി. നമുക്കറിയാവുന്ന ഒരു വെളിച്ചവും വീഴാത്തതും വിളറിയ ഫോഗറ്റ് മീ നോട്ട് പൂക്കളുടെ നിറമുള്ളതും ഗൗരവമേറിയതും മാറ്റമില്ലാത്തതുമായ ആ പർവ്വതങ്ങൾ. അവൻ അക്ഷമയോടെ അവയുടെ കൊടുമുടികൾ കാണാൻ ശ്രമിച്ചു. പക്ഷെ അവയൊന്നും ദൃശ്യമായില്ല. അപ്പോഴാണ് തന്റെ വാളിന് തുകലുറയുണ്ടാക്കിക്കൊടുത്ത പഴയ തുകൽ പണിക്കാരന്റെ വീട് അവൻ കണ്ടത്. ആദ്യമായി ആ വീട് കണ്ട ആ സായാഹ്നത്തിനു ശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞെന്ന് ആ കാഴ്ച അവനെ ഓർമ്മിപ്പിച്ചു. എത്ര വർഷങ്ങൾ പോയെന്ന് അവൻ അറിയില്ലായിരുന്നു, അറിയാനും കഴിഞ്ഞില്ല. കാരണം എൽഫ്ലാൻഡിലെ സമയത്തിന്റെ ഗതി കൃത്യമായി കണക്കാക്കാൻ ആരും ഇന്നുവരെ ഒരു മാർഗവും കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെയും അവൻ വിളറിയ നീല നിറത്തിലുള്ള എൽഫിൻ പർവ്വതങ്ങൾക്കായി ഒരിക്കൽ കൂടി നോക്കി. അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം അവന് ഓർമ്മയുണ്ടായിരുന്നു. തുകൽ പണിക്കാരന്റെ മേകുരത്തിന്റെ മുകളിലൂടെ നീണ്ടു കിടക്കുന്ന ആ നിര. പക്ഷേ അവയുടെ ഒരടയാളവും അവൻ കണ്ടില്ല. അവൻ വീട്ടിലേക്ക് കയറി. ആ വൃദ്ധൻ അവിടെയുണ്ടായിരുന്നു. തുകൽ പണിക്കാരന് ഒരുപാട് പ്രായം കൂടിയിരുന്നു. അയാൾ ജോലി ചെയ്തിരുന്ന മേശയ്ക്കും അതിൽ കൂടുതൽ പ്രായമുണ്ടായിരുന്നു എന്ന് തോന്നി. അൽവരിക്കിനെ കണ്ടപ്പോൾ അയാൾക്ക് ഓർമ്മ വന്നു. അയാൾ അവനെ അഭിവാദ്യം ചെയ്തു. അൽവരിക്ക് ആ വൃദ്ധന്റെ ഭാര്യയെക്കുറിച്ച് അന്വേഷിച്ചു. അവൾ എത്രയോ കാലം മുമ്പ് മരിച്ചു എന്ന് അയാൾ പറഞ്ഞു. അൽവരിക്കിന് വീണ്ടും ആ വർഷങ്ങളുടെ അപ്രതീക്ഷിതമായ ഒഴുക്ക് അനുഭവപ്പെട്ടു. അതവരെ പോകുന്ന എൽഫ്ലാൻഡിനെക്കുറിച്ച് അവനിൽ ഭയമുണർത്തിയെങ്കിലും തിരിച്ചു പോകാനോ തന്റെ തിടുക്കം ഒരു നിമിഷം പോലും കുറയ്ക്കാനോ അവൻ വിചാരിച്ചില്ല. വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ നഷ്ടത്തെക്കുറിച്ച് അവൻ വളരെ സാധാരണമായ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ടവൻ ചോദിച്ചു, എവിടെയാണ് എൽഫിൻ പർവ്വതങ്ങൾ, ആ വിളറിയ നീല കൊടുമുടികൾ? ആ വൃദ്ധന്റെ മുഖത്ത് ഒരു ഭാവം മെല്ലെ വന്നു. അതെന്താണെന്ന് അറിയാൻ വയ്യാത്തയാൾ ഒരു പണ്ഡിതനോട് സംസാരിക്കുന്ന പോലെ. ഇല്ല, അയാൾക്കത് അറിയില്ലെന്ന് പറഞ്ഞു. അൽവരിക് മനസ്സിലാക്കി, ഇന്നും അത്രയും വർഷങ്ങൾക്ക് മുൻപെന്നുപോലെ ഈ വൃദ്ധൻ എൽഫ്ലാൻഡിനെക്കുറിച്ച് സംസാരിക്കാൻ വിസമ്മതിക്കുന്നു. ശരി, അതിർത്തി ഏതാനും വാരമാത്രം അകലെയാണ്. പർവ്വതങ്ങൾ അവനെ നയിക്കാൻ കാണുന്നില്ലെങ്കിൽ എൽഫിൻ ജീവികളോട് വഴി ചോദിക്കാമെന്ന് അവൻ വിചാരിച്ചു. വൃദ്ധൻ അവന് ഭക്ഷണം വാഗ്ദാനം ചെയ്തു. അവൻ ദിവസം മുഴുവൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തിടുക്കത്തിൽ അൽവരിക് ഒരിക്കൽ കൂടി എൽഫ്ലാൻഡിനെക്കുറിച്ച് ചോദിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തനിക്കറിയില്ലെന്ന് വൃദ്ധൻ വിനീതമായി പറഞ്ഞു. അപ്പോൾ അൽവരിക് നടന്നുപോയി.
അവനറിയാവുന്ന ആ വയലിലെത്തി. സന്ധ്യയുടെ അവ്യക്തമായ അതിരാൽ വേർതിരിക്കപ്പെട്ടിരുന്ന ആ സ്ഥലം അവനപ്പോൾ ഓർമ്മ വന്നു. അവനാ വയലിലെത്തിയതും കൂണുകൾ ഒരു വശത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നത് അവൻ കണ്ടു. അവൻ പോവുന്ന വഴിയിലേക്ക്. മുള്ളൻമരങ്ങൾ കടലിൽ നിന്ന് അകന്നു നിൽക്കുന്നതുപോലെ കൂണുകളും ഫോക്സ് ഗ്ലൗസ്, മുള്ളൈൻസ്, ചിലതരം ഓർക്കിഡുകൾ എന്നിങ്ങനെയുള്ള മാന്ത്രിക സ്പർശമുള്ള സസ്യങ്ങളും എൽഫ്ലാൻഡിനടുത്തു വളരുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. ഇത് കണ്ടാൽ തിരമാലകളുടെ ഒരിരമ്പൽ പോലും കേൾക്കുന്നതിനു മുൻപോ മാന്ത്രികമായ കാര്യങ്ങളുടെ സ്വാധീനം ഊഹിക്കുന്നതിനു മുൻപോ ഒരാൾ സാഹചര്യത്തിനനുസരിച്ച് കടലിലേക്കോ എൽഫ്ലാൻഡിന്റെ അതിർത്തിയിലേക്കോ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. തലയ്ക്കു മുകളിൽ അൽവറിക് സ്വർണ്ണപ്പക്ഷികളെ കണ്ടു. എൽഫ്ലാൻഡിൽ ഒരു കൊടുങ്കാറ്റുണ്ടായതുകൊണ്ട് അവ തെക്ക് കിഴക്ക് അതിർത്തി കടന്നുപോയതാകാം എന്നവൻ ഊഹിച്ചു. കാരണം നമുക്കറിയാവുന്ന ഈ വയലുകളിലൂടെ വടക്ക് പടിഞ്ഞാറൻ കാറ്റാണ് വീശിക്കൊണ്ടിരുന്നത്. അവൻ മുന്നോട്ട് നടന്നു. പക്ഷേ അതിർത്തി അവിടെ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാവുന്ന ഏതൊരു വയലിലൂടെയും എന്ന പോലെ അവനത് കടന്നുപോയി. എങ്കിലും അവൻ എൽഫ്ലാൻഡിന്റെ താഴ്വരകളിൽ എത്തിയിട്ടില്ലായിരുന്നു. അൽവറിക് ഒരു പുതിയ അക്ഷമയോടെ മുന്നോട്ടു പോയി. വടക്ക് പടിഞ്ഞാറൻ കാറ്റ് അവന്റെ പിന്നിൽ തള്ളി. ഭൂമി നഗ്നവും ചരൽ നിറഞ്ഞതും മങ്ങിയതുമാകാൻ തുടങ്ങി. പൂക്കളില്ലാതെ, തണലില്ലാതെ, നിറമില്ലാതെ, ഓർമ്മകളിലുള്ള നാടുകളിലുണ്ടാവാറുള്ളത് യാതൊന്നുമില്ലാതെ അതിപ്പോൾ പൂർണ്ണമായും മാന്ത്രികമല്ലാത്തതായി മാറിയിരുന്നു. അൽവറിക് ഒരു സ്വർണ്ണപ്പക്ഷിയെ മുകളിലേക്ക് പറന്നു പോകുന്നത് കണ്ടു. തെക്ക് കിഴക്ക് ദിശയിലേക്ക്. അത് പറന്നു മാന്ത്രികമായ ഒരു മൂടൽ മഞ്ഞിൽ ഒളിഞ്ഞിരിക്കുന്നതായി അവൻ കരുതിയ എൽഫ്ലാൻഡ് പർവ്വതങ്ങൾ ഉടൻ കാണുമെന്ന പ്രതീക്ഷയോടെ അവൻ അതിനെ പിന്തുടർന്നു. പക്ഷേ ശരത്കാല ആകാശം ഇപ്പോഴും തിളക്കമുള്ളതും തെളിഞ്ഞതുമായിരുന്നു. ചക്രവാളമെല്ലാം നിരപ്പായിരുന്നു. എന്നിട്ടും എൽഫ്ലാൻഡിന്റെ പർവ്വതങ്ങളുടെ ഒരു തിളക്കം പോലും വന്നില്ല. ഇതുകൊണ്ടല്ല എൽഫ്ലാൻഡ് ഒഴിഞ്ഞുപോയെന്ന് അവൻ മനസ്സിലാക്കിയത്. പക്ഷേ ആ വിജനമായ ചരൽ നിറഞ്ഞ സമതലത്തിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ശരത്കാലത്തിൽ മനോഹരമായി പൂത്തുനിൽക്കുന്ന ഒരു മെയ്മരം അവൻ കണ്ടപ്പോഴാണ് അത് തന്റെ കുട്ടിക്കാലത്ത് ഒരു വസന്തകാലത്തെ സന്തോഷിപ്പിച്ച് വെളുത്ത പൂക്കളായിരുന്നു. അപ്പോഴാണ് എൽഫ്ലാൻഡ് അവിടെ ഉണ്ടായിരുന്നെന്നും അത് പിന്നോട്ട് പോയിരിക്കണം എന്നും അവനറിയാൻ കഴിഞ്ഞത്. എത്ര ദൂരം പോയെന്നവൻ അറിഞ്ഞില്ലെങ്കിലും. കാരണം നമ്മുടെ ജീവിതത്തിന്റെ, പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ, പല ഭാഗങ്ങളെയും പ്രകാശപൂരിതമാക്കുന്ന ആ മാന്ത്രികത എൽഫ്ലാൻഡിൽ നിന്ന് പലതരം ദൂതന്മാർ വഴി നമ്മിലേക്കെത്തുന്ന കിംവദന്തികളിൽ നിന്നാണ് വരുന്നത്. അവർക്ക് അനുഗ്രഹവും സമാധാനവും ഉണ്ടാകട്ടെ. അതുപോലെ നമുക്ക് നഷ്ടപ്പെട്ട എല്ലാ ചെറിയ ഓർമ്മകളും, ഒരിക്കൽ വിലമതിച്ചിരുന്ന ചെറിയ കളിപ്പാട്ടങ്ങളും നമ്മുടെ വയലുകളിൽ നിന്ന് എൽഫ്ലാൻഡിലേക്ക് മടങ്ങിപ്പോകുന്നു, അതിന്റെ നിഗൂഢതയുടെ ഭാഗമാകാൻ. ഇതാണ് എല്ലാ കാര്യങ്ങളിലുമുള്ള വേലിയേറ്റത്തിന്റെയും വേലിയിറക്കത്തിന്റെയും നിയമത്തിന്റെ ഒരു ഭാഗം. അങ്ങനെയാണ് കൽക്കരി ഫോറസ്റ്റ് പ്രകാശപൂർണമായത്. കൽക്കരി തിരികെ പ്രകാശം നൽകുന്നു. അങ്ങനെയാണ് നദികൾ കടലിനെ നിറയ്ക്കുന്നത്. കടൽ നദികളിലേക്ക് തിരികെ അയക്കുന്നു. അങ്ങനെയാണ് സ്വീകരിക്കുന്നതെല്ലാം തിരികെ കൊടുക്കുന്നത്, മരണം പോലും. അടുത്തതായി അൽവെരിക് ആ പരന്ന വരണ്ട നിലത്ത് ഒരു കളിപ്പാട്ടും കിടക്കുന്നത് കണ്ടു. അതവനിപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുൻപ്. അതെത്രയാണെന്ന് അവൻ എങ്ങനെ പറയാൻ? തടിയിൽ കുത്തിയെടുത്ത, തനിക്ക് കുട്ടിക്കാലത്ത് സന്തോഷം നൽകിയിരുന്ന ഒരു കളിപ്പാട്ടമാണത്. ഒരു ദിവസം അത് നിർഭാഗ്യവശാൽ ഒടിഞ്ഞുപോവുകയും ഒരു ദുഃഖകരമായ ദിവസം അത് വലിച്ചെറിയപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോഴവനതിനെ പുതിയതും ഒടിയാത്തതുമായി മാത്രമല്ല, അതിലൊരത്ഭുതവും ഒരു പ്രഭയും ഒരു കാൽപ്പനികതയും അവന്റെ യുവഭാവന കണ്ട ആ തിളക്കമുള്ള രൂപാന്തരപ്പെട്ട വസ്തുവായിട്ടാണ് കണ്ടത്. എൽഫ്ലാൻഡ് ഉപേക്ഷിച്ച ആ കളിപ്പാട്ടം കടൽ ഒരുപാട് ദൂരെ ഒരു നുരയുടെ അതിരോടുകൂടിയ നീലനിറമുള്ള ഒരു വലിയ വസ്തുവായിരിക്കുമ്പോൾ, കടലിലെ അത്ഭുതകരമായ വസ്തുക്കൾ മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ കിടത്തുന്നു. എൽഫ്ലാൻഡ് ഒഴിഞ്ഞുപോയ ആ സമതലം നഷ്ടപ്പെട്ട കാൽപ്പനികതയാൽ നിർജീവമായിരുന്നു. എന്നിരുന്നാലും അൽവെരിക് തന്റെ കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ട ആ ചെറിയ ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കളെ അവിടെ വീണ്ടും വീണ്ടും കണ്ടു. സമയത്തിലൂടെ എൽഫ്ലാൻഡിന്റെ കാലാതീതമായതും സമയമില്ലാത്തതുമായ മേഖലയിലേക്ക് അവയുടെ മഹത്വത്തിന്റെ ഭാഗമാകാൻ ഇറങ്ങിയവയാണവ. എന്നാൽ ഇപ്പോൾ അവ, ഈ വലിയ പിൻവാങ്ങലിൽ അവ ഒറ്റപ്പെട്ടുപോയി. പഴയ ഈണങ്ങളും പഴയ പാട്ടുകളും പഴയ ശബ്ദങ്ങളും അവിടെ മൂളി നടന്നു. അവ നമ്മുടെ വയലുകളിൽ അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന പോലെ അവ കൂടുതൽ കൂടുതൽ മങ്ങി. സൂര്യൻ അസ്തമിച്ചപ്പോൾ കിഴക്കൊരു പിങ്ക് പർപ്പിൾ നിറത്തിലുള്ള തിളക്കം അവൻ കണ്ടു. അത് ഭൂമിക്ക് അല്പം അതിമനോഹരമായി തോന്നിയതുകൊണ്ട് അത് എൽഫ്ലാൻഡിന്റെ പ്രഭയുടെ ആകാശത്തേക്കുള്ള പ്രതിഫലനമാണെന്ന് അൽബിൽ വിചാരിച്ചു. അതിനാൽ അവൻ മുന്നോട്ടുപോയി. ഒരു ചക്രവർണ്ണത്തിനുമപ്പുറത്ത് അത് കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു.
അവൻ മുന്നോട്ട് നടന്നു. രാത്രി ഭൂമിയുടെ കൂട്ടുകാരോടൊപ്പം വന്നു. അപ്പോൾ മാത്രമാണ് അൽവരിക് രാവിലെ മുതൽ അവനെ നയിച്ച ആ ഭ്രാന്തമായ അക്ഷമ ഒടുവിൽ ഉപേക്ഷിച്ചത്. അവൻ ധരിച്ചിരുന്ന അഴിഞ്ഞ മേലങ്കിയിൽ സ്വയം പൊതിഞ്ഞു. കൈവശമുണ്ടായിരുന്ന ഭക്ഷണമെല്ലാം കഴിച്ചു. ഉപേക്ഷിക്കപ്പെട്ട മറ്റു വസ്തുക്കളോടൊപ്പം ഒരു പ്രശ്നകരമായ ഉറക്കം അവൻ ഉറങ്ങി. പ്രഭാതത്തിന്റെ ആദ്യ നിമിഷത്തിൽ തന്നെ അവന്റെ അക്ഷം അവനെ ഉണർത്തി. ഒക്ടോബർ മാസത്തിലെ ഒരു മൂടൽ മണ്ണൽ വെളിച്ചത്തിന്റെ എല്ലാ കാഴ്ചകളെയും മറച്ചുകളഞ്ഞു. അവൻ തന്റെ കൈവശമുണ്ടായിരുന്ന അവസാനത്തെ ഭക്ഷണവും കഴിച്ചു. എന്നിട്ടാ ചാരനിറത്തിലൂടെ മുന്നോട്ടു നീങ്ങി. നമ്മുടെ വയലുകളിലെ ജീവികളിൽ നിന്നുള്ള ശബ്ദമൊന്നും അവന് കേൾക്കാനില്ലായിരുന്നു. കാരണം എൽഫ്ലാൻഡ് അവിടെയുണ്ടായിരുന്നപ്പോൾ ആ വഴിക്ക് ആരും പോവാറില്ലായിരുന്നു. അൽവരിക് മാത്രമാണ് ഇപ്പോൾ ആ വിജനമായ സമതലത്തിലേക്ക് പോയിരുന്നത്. മനുഷ്യരുടെ വീടുകളിൽ നിന്നുള്ള കോഴിയുടെ കൂവൽ ശബ്ദങ്ങൾക്കപ്പുറം അവൻ സഞ്ചരിച്ചിരുന്നു. അവനിപ്പോൾ ഒരു കൗതുകകരമായ നിശബ്ദതയിലൂടെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. എൽഫ്ലാൻഡ് ഒഴിഞ്ഞുപോയതുകൊണ്ട് ബാക്കിയായ നഷ്ടപ്പെട്ട പാട്ടുകളുടെ മങ്ങിയ ചില ശബ്ദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ ഭേദിച്ചു. അവ തലേ ദിവസത്തേക്കാൾ കൂടുതൽ മങ്ങി. പ്രഭാതം തിളങ്ങിയപ്പോൾ തെക്ക് കിഴക്ക് ദിശയിൽ താഴ്ന്ന ആകാശത്തവൻ വീണ്ടും വലിയൊരു പ്രഭ കണ്ടു. അത് പച്ച നിറത്തിൽ തിളങ്ങുന്നതായിരുന്നു. അത് എൽഫ്ലാൻഡിന്റെ ഒരു പ്രതിഫലനമാണെന്ന് അവൻ വീണ്ടും വിചാരിച്ചു. അടുത്ത ചക്രവർണ്ണത്തിനുമപ്പുറത്ത് അത് കണ്ടെത്താമെന്ന് പ്രതീക്ഷയോടെ മുന്നോട്ടുപോയി. അവൻ അടുത്ത ചക്രവർണ്ണവും കടന്നുപോയി. എന്നിട്ടും അതേ ചരൽ നിറഞ്ഞ സമതലം. വിളറിയ നീല എൽഫിൻ പർവ്വതങ്ങളുടെ ഒരു കൊടുമുടി പോയുമില്ലായിരുന്നു. എൽഫ്ലാൻഡ് എപ്പോഴും അടുത്ത ചക്രവർണ്ണത്തിനുമപ്പുറത്ത് അതിന്റെ തിളക്കത്താൽ മേഘങ്ങളെ പ്രകാശിപ്പിക്കുകയും അവൻ എത്തുമ്പോഴേക്കും മാറിപ്പോവുകയും ചെയ്തിരുന്നു. അതോ അത് ദിവസങ്ങൾക്കോ വർഷങ്ങൾക്ക് മുൻപോ പോയതാണോ അവൻ അറിഞ്ഞില്ല. എന്നാൽ അവൻ മുന്നോട്ടു പോയിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അവൻ ഒരു വരണ്ടനും പുല്ലുകളില്ലാത്തതുമായ ഒരു വരമ്പിലെത്തി. അതിലേക്ക് തന്റെ കണ്ണുകളും പ്രതീക്ഷകളും വെച്ചുകൊണ്ട് അവൻ ഒരുപാട് കാലമിരുന്നു. അവിടെ നിന്നവൻ ആ വിജനമായ പരന്ന ഭൂമിയിലേക്ക്, ആകാശത്തിന്റെ അതിരുവരെ നീണ്ടുകിടക്കുന്ന ആ ഭൂമിയിലേക്ക് എൽഫ്ലാൻഡിന്റെ ഒരടയാളവും കണ്ടില്ല. പർവ്വതങ്ങളുടെ ഒരു ചരിവുപോലും കണ്ടില്ല. വേറെയേറ്റം ബാക്കിവയ്ക്കുന്ന ഓർമ്മകളുടെ ആ ചെറിയ നിധികളായിരുന്നു അവ. നമ്മുടെ ഓരോ ദിവസത്തെയും സാധാരണ വസ്തുക്കളായി മാഞ്ഞുപോവുകയായിരുന്നു. അപ്പോൾ അൽവരിക് തന്റെ മാന്ത്രിക വാൾ ഉറയിൽ നിന്ന് പുറത്തെടുത്തു. പക്ഷേ ആ വാളിന് മാന്ത്രികതയ്ക്കെതിരെ ശക്തിയുണ്ടായിരുന്നിട്ടും പോയ ഒരു മാന്ത്രികതയെ തിരികെ കൊണ്ടുവരാനുള്ള ശക്തി അതിന് നൽകിയിരുന്നില്ല. അവൻ വാൾ വീശിയപ്പോഴും ആ വിജനമായ ഭൂമി അതുപോലെ തുടർന്നു. കല്ലുകൾ നിറഞ്ഞതും ഉപേക്ഷിക്കപ്പെട്ടതും കാൽപ്പനികമല്ലാത്തതും വിശാലവുമായിരുന്നു. അവൻ കുറച്ചുനേരം മുന്നോട്ടുപോയി. എന്നാൽ ആ പരന്ന ഭൂമിയിൽ ചക്രവർണം അവന്റെ കൂടമു ചലിച്ചു. എൽഫിൻ പർവ്വതങ്ങളുടെ ഒരു കൊടുമുടി പോലും വന്നില്ല. ഒടുവിൽ ഒരുപാട് പേർക്ക് എപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നതുപോലെ ആ ദുരിതപൂർണമായ സമതലത്തിൽ വെച്ച് തനിക്ക് എൽഫ്ലാൻഡ് നഷ്ടപ്പെട്ടെന്നവൻ മനസ്സിലാക്കി. അധ്യായം 11. വനത്തിന്റെ ആഴങ്ങളിൽ. അക്കാലത്ത് സിറുണ്ടർലിന്റെ മായാജാലങ്ങളും ചെറുവിസ്മയങ്ങളും ഓറിയോൻ എന്ന ബാലന് ഏറെ കൗതുകം പകർന്നു. കുറച്ചുകാലത്തേക്ക് അതവന് സന്തോഷം നൽകി. പിന്നീട് മൗനമായി അവൻ സ്വയം ഊഹിക്കാൻ തുടങ്ങി തന്റെ അമ്മ എവിടെയായിരിക്കുമെന്ന്. പറയുന്ന ഓരോ വാക്കും അവൻ ശ്രദ്ധയോടെ കേട്ടു. അതിനെക്കുറിച്ച് ഏറെ നേരം ആലോചിച്ചു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അമ്മ പോയെന്നു മാത്രം അവൻ അറിയാമായിരുന്നു. പക്ഷേ അവന്റെ ചിന്തകളെ അലട്ടിയ ആ കാര്യത്തെക്കുറിച്ച് ഒരക്ഷരം പോലും അവൻ ഉരിയാവിയില്ല. ഒടുവിൽ പറഞ്ഞതിൻ്റെയും പറയാത്തതിൻ്റെയും നോട്ടങ്ങളുടെയും തലയാട്ടലിൻ്റെയുമെല്ലാം സൂചനകളിൽ നിന്ന് അമ്മയുടെ തിരോധാനത്തിന് പിന്നിൽ എന്തോ ഒരു നിഗൂഢതയുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. പക്ഷേ എന്താണാ നിഗൂഢത എന്ന് അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവന്റെ മനസ്സിൽ പലതരം അത്ഭുതങ്ങൾ ഊഹിച്ചെത്തിയെങ്കിലും അവനതിനുത്തരം കിട്ടിയില്ല. ഒടുവിൽ ഒരു ദിവസം അവൻ സിരുണ്ടരനോട് അതേക്കുറിച്ച് ചോദിച്ചു. വാർദ്ധക്യത്തിന്റെയും കാലങ്ങളുടെയും ജ്ഞാനം നിറഞ്ഞു നിന്നിരുന്ന അവളുടെ മനസ്സിൽ ഈ ചോദ്യം വരുമെന്ന് അവൾ ഭയപ്പെട്ടിരുന്നു. പക്ഷേ ഈ ചോദ്യം ഇത്രയും ദിവസമായി അവന്റെ മനസ്സിലുണ്ടായിരുന്നുവെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. തന്റെ ജ്ഞാനത്തിൽ നിന്ന് അമ്പ കാടുകളിലേക്ക് പോയി എന്നതിനേക്കാൾ നല്ലൊരു മറുപടി അവൾക്ക് നൽകാനായില്ല. അത് കേട്ടപ്പോൾ അമ്മയെ തേടി കാടുകളിലേക്ക് പോകാൻ അവൻ തീരുമാനിച്ചു. സിരുണ്ടലിനൊപ്പം എൽ എന്ന ചെറുഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ ഓറിയോൺ അവിടത്തെ ഗ്രാമീണരെയും തുറന്നയാലയിലെ കൊല്ലനെയും വീടിന്റെ വാതിൽപ്പടിയിലുള്ളവരെയും ദൂരെയുള്ള പാടങ്ങളിൽ നിന്ന് ചന്തയിലേക്ക് വരുന്നവരെയും എല്ലാം അറിയാമായിരുന്നു. അവരെയെല്ലാം അവൻ അറിയാമായിരുന്നു. കൂട്ടത്തിൽ നിശബ്ദപാദങ്ങളുള്ള ത്രെല്ലിനെയും ചടുലമായ കൈകാലുകളുള്ള ഓത്തിനെയും അവനേറെ ഇഷ്ടമായിരുന്നു.
കാരണം അവർ മലമ്പ്രദേശങ്ങളെക്കുറിച്ചും കുന്നിനപ്പുറമുള്ള നിഗൂഢ വനത്തെക്കുറിച്ചുമുള്ള കഥകൾ അവനോട് പറഞ്ഞുകൊടുക്കുമായിരുന്നു. തന്റെ നേഴ്സിനൊപ്പം ചെറിയ യാത്രകൾക്ക് പോകുമ്പോൾ ദൂരസ്ഥലങ്ങളെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ ഓറിയോൻ ആഗ്രഹിച്ചിരുന്നു. ഒരു പുരാതന വെള്ളാമ്പലിന്റെ അടുത്ത് ഒരു കിണറുണ്ടായിരുന്നു. വേനൽക്കാല സായാഹ്നങ്ങളിൽ സിറുണ്ട്രൽ അവിടെ ഇരിക്കും, ഓറിയോൻ പുൽമേട്ടിൽ കളിക്കും. അപ്പോൾ തന്റെ കൗതുകമുണർത്തുന്ന വില്ലുമായി ഓത്ത് ചിലപ്പോൾ അവിടെ വരാറുണ്ടായിരുന്നു, ചിലപ്പോൾ ത്രില്ലും വരും. അവര് വന്നാലും ഓറിയോൺ അവരെ നിർത്തി വനത്തെക്കുറിച്ച് ഒരു കഥ പറയാൻ പറയും. ഓത്താണെങ്കിൽ വിസ്മയം നിറഞ്ഞ ഒരു നോട്ടത്തോടെ സിറുണ്ടലിനെ വണങ്ങിയ ശേഷം മാൻകൂട്ടങ്ങളെക്കുറിച്ചുള്ള കഥകൾ പറയും. അപ്പോൾ ഓറിയോൺ അതിന്റെ കാരണം ചോദിക്കും. ഓത്തിന്റെ മുഖത്ത് വളരെക്കാലം മുമ്പ് നടന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ഓർത്തെടുക്കുന്ന ഒരു ഭാവം വരും. കുറച്ചു നിമിഷത്തെ മൗനത്തിനു ശേഷം മാൻകൂട്ടങ്ങൾ എന്താണ് ചെയ്തതെന്നും ആ പതിവെങ്ങനെ വന്നുവെന്നും അവൻ വിശദീകരിച്ചു കൊടുക്കും. അഥവാ പുൽമേട്ടിലൂടെ വരുന്നത് ത്രെല്ലാണെങ്കിൽ അവൻ സിറുണ്ടലിനെ കണ്ട ഭാവം നടിക്കാതെ താഴ്ന്ന ശബ്ദത്തിൽ തിടുക്കത്തിൽ കഥ പറഞ്ഞ് മുന്നോട്ടു പോകും. ഓറിയോന് തോന്നിയിരുന്നത് അവൻ കടന്നുപോകുമ്പോൾ സായാഹ്നം നിഗൂഢത നിറഞ്ഞതാകുന്നു എന്നാണ്. അവൻ എല്ലാത്തരം ജീവികളെക്കുറിച്ചും കഥകൾ പറയുമായിരുന്നു. അതത്രയ്ക്ക് വിചിത്രമായ കഥകളായിരുന്നു. അതുകൊണ്ട് തന്നെ അതവൻ ഓറിയോനോട് മാത്രം പറയും. കാരണം ത്രിൽ വിശദീകരിച്ചത് പലർക്കും സത്യം വിശ്വസിക്കാൻ കഴിയാത്തതിനാലാണ് തന്റെ കഥകൾ അങ്ങനെയുള്ളവരുടെ ചെവിയിലെത്താൻ അവൻ ആഗ്രഹിക്കാത്തത്. ഒരു തവണ അവൻ ത്രില്ലിന്റെ വീട്ടിൽ പോയി. കുറുക്കന്റെയും മാൻകൂട്ടത്തിന്റെയും മരനായകളുടെയും അങ്ങനെ പലതരം മൃഗങ്ങളുടെ തോലുകൾ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഇരുണ്ട കുടിലാണത്. മൂലകളിൽ ചെറിയ തോലുകൾ കൂട്ടിയിട്ടിരുന്നു. ഓറിയോനെ സംബന്ധിച്ച് ത്രെല്ലിന്റെ ഇരുണ്ട കുടിൽ അവൻ ഇതുവരെ കണ്ട എല്ലാ വീടുകളെക്കാളും വിസ്മയം നിറഞ്ഞതായിരുന്നു. എന്നാൽ ഇപ്പോൾ ശിശിരം വന്നെത്തി. തണുത്ത സായാഹ്നങ്ങളിൽ ഹിമത്തിന്റെ ഭീഷണി വായുവിലുണ്ടായിരുന്നതിനാൽ അവർ വെള്ളാമ്പലിനടുത്തുള്ള കിണറ്റിൽ ഇരിക്കാറില്ല. അതുകൊണ്ട് ത്രെല്ലുമോത്തും അവരെ കാണുന്നത് കുറഞ്ഞു. എന്നിട്ടും ഓറിയോൻ അവരുടെ ചെറിയ നടത്തങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു. ഒരു ദിവസം അവൻ മലമ്പ്രദേശങ്ങളിലേക്ക് നടന്നുപോകുന്ന ത്രെല്ലിനെ കണ്ടു. അവൻ ത്രെല്ലിനെ വിളിച്ചു. അവൻ ചെറുതായി ഒന്ന് പരിഭ്രമിച്ചു നിന്നു. കാരണം താൻ കൊട്ടാരത്തിലെ നേഴ്സിന് അവൾ മന്ത്രവാദിയോ സ്ത്രീയോ ആകട്ടെ കാണാനും ശ്രദ്ധിക്കപ്പെടാനും അത്ര പ്രാധാന്യമുള്ളവാലല്ല അവന്ന് കരുതി. ഓറിയോൺ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് എനിക്ക് കാടുകൾ കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. അവന്റെ ചിന്തകൾ താഴ്വാരയ്ക്കപ്പുറത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങിയെന്ന് സിറുണ്ടലിൻ മനസ്സിലായി. തന്റെ മന്ത്രങ്ങൾക്ക് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നും അവൾ അറിഞ്ഞു. ത്രെൽ നീനു എന്ന് പറഞ്ഞ് അസ്വസ്ഥമായി സിറുണ്ടലിനെ നോക്കി. സിറുണ്ടലിന് പിന്നാലെ വന്ന ഓറിയോനെ അവൾ ത്രെല്ലിന്റെ അടുത്ത് നിന്ന് തിരികെ കൊണ്ടുപോയി. അങ്ങനെ ത്രെൽ വനത്തിന്റെ ആഴങ്ങളിലെ തന്റെ ജോലിക്ക് തനിച്ചുപോയി. മന്ത്രവാദിനെ മുൻകൂട്ടി കണ്ടതുപോലെ തന്നെയായിരുന്നു പിന്നീട് നടന്നത്. ആദ്യം ഓറിയോൺ കരഞ്ഞു. പിന്നെ അവൻ കാടുകളെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടു. അടുത്ത ദിവസം അവൻ തനിച്ച് ഓത്തിന്റെ വീട്ടിലേക്ക് പോയി. മാൻകൂട്ടങ്ങളെ വേട്ടയാടാൻ പോകുമ്പോൾ തന്നെയും കൂട്ടണമെന്ന് അവനോട് ആവശ്യപ്പെട്ടു. വിറകുകൾ കത്തുന്ന തീയിന്റെ മുന്നിൽ ഒരു വലിയ മാൻതോലിൽ നിന്നുകൊണ്ട് ഓത്ത് കാടുകളെക്കുറിച്ച് ധാരാളം സംസാരിച്ചു. പക്ഷെ അപ്പോൾ അവനെ കൊണ്ടുപോയില്ല. പകരം ഓറിയോണിനെ അവൻ കൊട്ടാരത്തിലേക്ക് തിരികെ കൊണ്ടുപോയി. അമ്മ കാടുകളിലേക്ക് പോയെന്ന് താൻ വെറുതെ പറഞ്ഞത് അവൾക്ക് പിന്നീട് ദുഃഖമുണ്ടാക്കി. കാരണം ആ വാക്കുകൾ അലഞ്ഞുതിരിയുന്ന ആത്മാവിനെ അവനിലേക്ക് നേരത്തെ തന്നെ വിളിച്ചു വരുത്തി. തന്റെ മന്ത്രങ്ങൾക്ക് ഇനി അവനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതിനാൽ ഒടുവിൽ അവനെ കാടുകളിലേക്ക് പോകാൻ അവൾ അനുവദിച്ചു. പക്ഷെ അതിനു മുൻപ് അവൾ തന്റെ മാന്ത്രിക വടി ഉയർത്തി മന്ത്രങ്ങൾ ചൊല്ലി കാടിന്റെ മാന്ത്രിക സൗന്ദര്യം നഴ്സറിയുടെ തീന്മേശയിലേക്ക് ആവാഹിച്ചു. അങ്ങനെ തീയിൽ നിന്ന് വന്ന നിഴലുകളെക്കൊണ്ട് ആ മുറി മുഴുവൻ കാടിനെപ്പോലെ നിഗൂഢമാക്കി. എന്നാൽ ഈ മന്ത്രം അവനെ സമാധാനിപ്പിക്കാനോ അവന്റെ ആഗ്രഹം അടക്കാനോ കഴിയാതെ വന്നപ്പോൾ അവൾ അവനെ കാടുകളിലേക്ക് പോകാൻ അനുവദിച്ചു. ഒരു പ്രഭാതത്തിൽ അവൻ വീണ്ടും ഓത്തിന്റെ വീട്ടിലേക്ക് തനിച്ചു നടന്നു. ഉണങ്ങിയ പുല്ലിനു മുകളിലൂടെ അവന്റെ കാലടിപ്പാടുകൾ കേൾക്കാമായിരുന്നു. അവൻ പോയെന്ന് ആ വൃദ്ധ മന്ത്രവാദിനിക്കറിയാമായിരുന്നെങ്കിലും അവൾ അവനെ തിരികെ വിളിച്ചില്ല. കാരണം പുരുഷനിലുള്ള അലഞ്ഞു തിരിയാനുള്ള ഇഷ്ടത്തെ തടയാൻ അവൾക്ക് ഒരു മന്ത്രവുമില്ലായിരുന്നു. അവന്റെ മനസ്സ് കാടുകളിലേക്ക് പോയപ്പോൾ അവന്റെ ശരീരത്തെ അവിടെ തടഞ്ഞുവെക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. കാരണം ഒരു മന്ത്രവാദിയുടെ വഴിയിൽ രണ്ട് കാര്യങ്ങളിൽ കൂടുതൽ നിഗൂഢമായതിനെയാണ് അവൾ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. അങ്ങനെ ഓറിയോൺ തനിച്ച് ഓത്തിന്റെ വീട്ടിലെത്തി. തവിട്ട് നിറമുള്ള തണ്ടുകളിൽ ഉണങ്ങിയ പൂക്കൾ തൂങ്ങിക്കിടന്നിരുന്ന, വിരലമർത്തിയാൽ കറയായി മാറുന്ന പൂവിതളുകളുണ്ടായിരുന്ന അവന്റെ തോട്ടത്തിലൂടെയാണ് അവൻ വീട്ടിലേക്ക് പോയത്. കാരണം നവംബർ മാസം വന്നെത്തിയിരുന്നു. രാത്രികാലങ്ങളിൽ തണുപ്പ് വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു.
ഈ സമയം ഓത്തിന്റെ മനസ്സിലൊരു മാറ്റം വന്നിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ അത് മാറുമായിരുന്നു. പക്ഷേ അത് ഓറിയോണിന്റെ ആഗ്രഹത്തിന് അനുകൂലമായിരുന്നു. ഓറിയോൺ അകത്തേക്ക് കടന്നപ്പോൾ ഓത്ത് ഭിത്തിയിൽ നിന്ന് തന്റെ വില്ലെടുക്കുകയായിരുന്നു. ഓത്തിന്റെ ഹൃദയം കാടുകളിലേക്ക് പോയിരുന്നു. ആ അവസ്ഥയിൽ കാടുകളിലേക്ക് പോകാൻ ആഗ്രഹിച്ചുവന്ന കുട്ടിയെ ആ വേട്ടക്കാരന് തടയാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഓത്ത് ഓറിയോണിനെ തോളിലെടുത്ത് താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് നടന്നു. ഓത്തിനെ അവർ അങ്ങനെ പോകുന്നത് കണ്ടു. മൃദുവായതും ശബ്ദമുണ്ടാക്കാത്തതുമായ തുകൽ ചെരുപ്പുകളും തവിട്ടുനിറമുള്ള തുകൽ വസ്ത്രങ്ങളും വില്ലുമേന്തി തോളിൽ ഒരു മാൻകുട്ടിനെ തോളിൽ പൊതിഞ്ഞ് ഓറിയോണിനെയും ചുമലിലേറ്റി അവൻ നടന്നു. ഗ്രാമം അവർക്ക് പിന്നിലായി മറിഞ്ഞപ്പോൾ ഓറിയോൺ സന്തോഷിച്ചു. കാരണം അവൻ അത്ര ദൂരം മുമ്പ് പോയിട്ടില്ലായിരുന്നു. മലമ്പ്രദേശങ്ങൾ അവന്റെ കണ്ണുകൾക്ക് ദൂരക്കാഴ്ച നൽകിയപ്പോൾ ഇതൊരു ചെറിയ നടത്തമല്ല, ഒരു യാത്രയാണെന്ന് അവൻ അനുഭവപ്പെട്ടു. പിന്നീട് ദൂരെ തണുപ്പുകാലത്തെ കാടുകളുടെ ഇരുണ്ട ഭീകരത കണ്ടപ്പോൾ അതവനെ സന്തോഷകരമായ വിസ്മയം കൊണ്ട് നിറച്ചു. ആ ഇരുട്ടിലേക്കും നിഗൂഢതയിലേക്കും അഭയത്തിലേക്കും ഓത്ത് അവനെ കൊണ്ടുപോയി. ഓത്ത് കാടിലേക്ക് അത്രയ്ക്കും മൃദുവായിട്ടാണ് കടന്നത്. കാടിനെ കാത്തിരുന്നതും കൊമ്പുകളിൽ ശ്രദ്ധയോടെ ഇരുന്നതുമായ കരിങ്കുരുവികൾ അവനെ കണ്ടിട്ടും പറന്നുപോയില്ല. അവ സാവധാനം മുന്നറിയിപ്പ് ശബ്ദമുണ്ടാക്കി. അവൻ കടന്നുപോകുമ്പോൾ സംശയത്തോടെ ശ്രദ്ധിച്ചു. ഒരു മനുഷ്യൻ വനത്തിന്റെ സൗന്ദര്യത്തെ ലംഘിച്ചു എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. ആ മനോഹാരിതയിലേക്കും ഇരുട്ടിലേക്കും ആഴത്തിലുള്ള നിശബ്ദതയിലേക്കും ഓത്ത് ഗൗരവത്തോടെ നീങ്ങി. അവൻ വനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവന്റെ മുഖത്തൊരു ഗൗരവം വന്നു. കാരണം നിശബ്ദപാദങ്ങളോടെ കാട്ടിലൂടെ നടക്കുന്നത് അവന്റെ ജീവിതത്തിലെ ജോലിയാണ്. അതവൻ ഹൃദയം ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അത് ചെയ്തത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ കുട്ടിയെ തവിട്ട് നിറമുള്ള ഇലകൾക്ക് മുകളിൽ നിർത്തി തനിച്ചുപോയി. ഓറിയോൺ വില്ലുമായി പോകുന്നതും പിന്നീട് നിഴലുകളുടെ കൂട്ടത്തിലേക്ക് പോകുന്ന ഒരു നിഴല് പോലെ വനത്തിൽ അപ്രത്യക്ഷമാകുന്നതും അവൻ നോക്കി നിന്നു. ഓറിയോണിന് അവനോടൊപ്പം പോകാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ അതിൽ വലിയ സന്തോഷമുണ്ടായിരുന്നു. കാരണം ഓത്ത് പോയ രീതിയും അവനുണ്ടായിരുന്ന ഭാവവും ഇതൊരു കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന തമാശയല്ല, ഗൗരവമേറിയൊരു വേട്ടയാണെന്ന് അവൻ അറിയാമായിരുന്നു. അതവൻ്റെ എല്ലാ കളിപ്പാട്ടങ്ങളെക്കാളും അവനെ സന്തോഷിപ്പിച്ചു. ഓത്ത് തിരികെ വരുന്നതുവരെ അവൻ നിശബ്ദനായി ആ വലിയ വനത്തിൽ തനിച്ചിരുന്നു. വളരെ നേരം കഴിഞ്ഞപ്പോൾ ചത്ത ഇലകൾക്കിടയിൽ പുഴുക്കളെ തേടി നടക്കുന്നൊരു കരിഞ്ചുരുവി ഉണ്ടാക്കുന്നതിനേക്കാൾ കുറഞ്ഞ ശബ്ദം അവൻ വനത്തിന്റെ വിസ്മയത്തിൽ കേട്ടു. ഓത്ത് തിരികെ വന്നിരുന്നു. അവനൊരു മാനിനെയും കണ്ടില്ലായിരുന്നു. കുറച്ചുനേരം അവൻ ഓറിയോണിന്റെ അടുത്തിരുന്ന് ഒരു മരത്തിലേക്ക് അമ്പെയ്തു. പക്ഷേ വേഗം അവൻ അമ്പുകൾ ശേഖരിച്ച് കുട്ടിയെ തോളിലെടുത്ത് വീട്ടിലേക്ക് തിരിച്ചുപോയി. അവർ ആ വലിയ വനം വിട്ടപ്പോ ഓറിയോണിന്റെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു. അവൻ ആ വലിയ ചാരനിറമുള്ള ഓക്കുമരങ്ങളെ സ്നേഹിച്ചു. ആരെങ്കിലും അതറിയാതെ അതിൻ്റെ അടുത്തൂടെ പോയാൽ മറന്നുപോയതോ ലഭിക്കാതെ പോയതോ ആയ ഒരു സന്ദേശത്തെക്കുറിച്ച് ഒരു നിമിഷത്തേക്കെങ്കിലും അവർക്ക് തോന്നലുണ്ടാകാം. പക്ഷേ അവനെ സംബന്ധിച്ച് ആ മരങ്ങളുടെ ആത്മാക്കൾ കൂട്ടുകാരായിരുന്നു. അങ്ങനെ ആ ബുദ്ധിയുള്ള പഴയ തടികളിൽ നിന്ന് കിട്ടിയ സൂചനകൾ നിറഞ്ഞ മനസ്സോടെ അവൻ പുതിയ കൂട്ടുകാരുടെ അടുത്തെന്ന പോലെ എർളിലേക്ക് തിരികെയെത്തി. ഓത്ത് ഓറിയോണിന് തിരികെ കൊണ്ടുപോകുമ്പോൾ സിറുണ്ടരൽ വാതിൽപ്പടിയിൽ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അവൻ കാട്ടിൽ സമയം ചിലവഴിച്ചതിനെ കുറിച്ച് അവൾ അധികമൊന്നും ചോദിച്ചില്ല. അവൻ പറഞ്ഞപ്പോൾ അവൾ അധികം മറുപടി പറഞ്ഞതുമില്ല. കാരണം തന്റെ മന്ത്രത്തിൽ നിന്ന് അവനെ ആകർഷിച്ച കാടുകളോട് അവൾക്ക് അസൂയയായിരുന്നു. ആ രാത്രി മുഴുവൻ അവൻ കാടിന്റെ ആഴങ്ങളിൽ മാൻകൂട്ടങ്ങളെ വേട്ടയാടുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടു. അടുത്ത ദിവസം അവൻ വീണ്ടും ഓത്തിന്റെ വീട്ടിലേക്ക് പോയി. പക്ഷേ മാംസത്തിന് ആവശ്യമുണ്ടായിരുന്നതിനാൽ ഓത്ത് വേട്ടയാടാൻ പോയിരുന്നു. അതിനാൽ അവൻ ത്രലിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ത്രൽ തന്റെ ഇരുണ്ട വീട്ടിൽ പലതരം തോലുകൾക്കിടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നെ കാടുകളിലേക്ക് കൊണ്ടുപോകൂ എന്ന ഓറിയോൺ അവനോട് പറഞ്ഞു. ത്രൽ തന്റെ വലിയ തടിക്കസേരയിലിരുന്ന് അതിനെക്കുറിച്ച് ആലോചിച്ചു. കാടുകളെക്കുറിച്ച് സംസാരിച്ചു. അവൻ ഓത്തിനെപ്പോലെ ആയിരുന്നില്ല. മാൻകൂട്ടങ്ങളെയും അവയുടെ വഴികളെയും ഋതുക്കളുടെ വരവിനെയും കുറിച്ചുള്ള ലളിതമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഓത്തിനെപ്പോലെ ആയിരുന്നില്ല അവൻ. ത്രൽ വനത്തിന്റെ ആഴങ്ങളിലും സമയത്തിന്റെ ഇരുട്ടിലും അവൻ ഊഹിച്ച കാര്യങ്ങളെക്കുറിച്ചും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കെട്ടുകഥകളെക്കുറിച്ചും സംസാരിച്ചു. പ്രത്യേകിച്ചും കുറുക്കന്മാരുടെയും മാൻകൂട്ടങ്ങളുടെയും കഥകൾ പറയാൻ അവൻ ശ്രദ്ധിച്ചിരുന്നു. അവൻ സന്ധ്യയ്ക്ക് അവയുടെ വഴികൾ നോക്കി മനസ്സിലാക്കിയതായിരുന്നു. അവൻ തീയിലേക്ക് നോക്കി ഓർത്തെടുത്ത് ഇലകളിലും മുൾപടർപ്പുകളിലും വസിക്കുന്നവരുടെ പഴയ വഴികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കാടുകളിലേക്ക് പോകാനുള്ള തന്റെ ആഗ്രഹം ഓറിയോൺ മറന്നു.
അവനൊരു തോലുകൾ നിറഞ്ഞ ഒരു ചെറിയ കസേരയിൽ സുഖമായിരുന്നു. ഓത്തിനോട് പറയാത്ത ഒരു കാര്യം അവൻ ട്രെല്ലിനോട് പറഞ്ഞു. അമ്മ ഒരു ഓക്കുമരത്തിന്റെ തടിയുടെ ചുറ്റും വരുമെന്നവൻ ചിന്തിച്ചതിനെക്കുറിച്ച്. കാരണം അവൾ കുറച്ചുകാലത്തേക്ക് കാടുകളിലേക്ക് പോയിരുന്നു. ത്രെൽ അതും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതി. കാരണം കാടുകളെക്കുറിച്ച് പറയുന്ന അത്ഭുതകരമായ ഒരു കാര്യവും ത്രെല്ലിന് അസാധ്യമായി തോന്നിയിരുന്നില്ല. പിന്നീട് സെറണ്ടറൽ അവനെ കൊട്ടാരത്തിലേക്ക് തിരികെ കൊണ്ടുപോയി. അടുത്ത ദിവസം അവൾ അവനെ വീണ്ടും ഓത്തിന്റെ അടുത്തേക്ക് പോകാൻ അനുവദിച്ചു. ഇത്തവണ ഓത്ത് അവനെ ഒരിക്കൽ കൂടി കാടുകളിലേക്ക് കൊണ്ടുപോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും ത്രെല്ലിന്റെ ഇരുണ്ട വീട്ടിലേക്ക് പോയി. അവിടെയുള്ള മാറാലകളിലും മൂലകളിലുമായി വനത്തിന്റെ നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നതായി തോന്നി. അവൻ ത്രെല്ലിന്റെ കൗതുകം നിറഞ്ഞ കഥകൾ കേട്ടു. കാടിന്റെ ശാഖകൾ കറുത്തും നിശ്ചലവുമായി ഉഗ്രമായ സൂര്യാസ്തമയത്തിന് നേരെ നിന്നു. ശൈത്യകാലം മലമ്പ്രദേശങ്ങളിൽ തന്റെ മന്ത്രം ചൊല്ലാൻ തുടങ്ങി. ഗ്രാമത്തിലെ ബുദ്ധിയുള്ളവർ മഞ്ഞു വരുമെന്ന് പ്രവചിച്ചു. ഒരു ദിവസം ഓറിയോൻ ഓത്തിനോടൊപ്പം കാട്ടിലായിരുന്നപ്പോൾ ഓത്ത് ഒരു മാനിനെ വെടിവെച്ചു വീഴ്ത്തുന്നത് അവൻ കണ്ടു. അവൻ മാംസമെടുക്കുന്നതും തോലുരിക്കുന്നതും 2 കഷ്ണങ്ങളായി മുറിക്കുന്നതും പിന്നെ അവ ഒരു തോലിൽ കെട്ടി തലയും കൊമ്പുകളും താഴേക്ക് തൂങ്ങിക്കിടക്കുന്നതും തോലിൽ കെട്ടിയ ശേഷം വളരെ ശക്തിയോടെ അത് തോളിലെടുത്ത് വീട്ടിലേക്ക് പോയി. ആ വേട്ടക്കാരനേക്കാൾ കൂടുതൽ ആ ബാലൻ സന്തോഷിച്ചു. അന്ന് വൈകുന്നേരം ഓറിയോൺ ആ കഥ ത്രെല്ലിനോട് പറയാൻ പോയി. പക്ഷെ ത്രെല്ലിന് അതിലും അത്ഭുതകരമായ കഥകൾ പറയാനുണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഓറിയോൺ കാടുകളിൽ നിന്നും ത്രെല്ലിന്റെ കഥകളിൽ നിന്നും ഒരു വേട്ടക്കാരന്റെ വെളിപ്പാടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളോടും ഇഷ്ടം വളർത്തി. അവനിൽ വളർന്ന ആത്മാവ് അവന്റെ പേരിന് യോജിച്ചതായിരുന്നു. എന്നിരുന്നാലും അവന്റെ പാരമ്പര്യത്തിലെ മാന്ത്രികമായ ഭാഗമൊന്നും അവനിൽ ഇതുവരെ കാണപ്പെട്ടില്ല. അധ്യായം 12. മാന്ത്രികതയില്ലാത്ത സമതലം. താൻ എൽഫ്ലാൻഡ് വിട്ടുപോയി എന്ന് അൽവറിക് മനസ്സിലാകുമ്പോൾ അത് ഏളിൽ നിന്ന് പുറപ്പെട്ടിട്ട് 2 പകലും 1 രാത്രിയും കഴിഞ്ഞിരുന്നു. എൽഫ്ലാൻഡിന്റെ അതിരുകൾ അപ്രത്യക്ഷമായ ആ മരമില്ലാത്ത സമതലത്തിൽ 2ാമത്തെ രാത്രിയും അവൻ കിടന്നുറങ്ങി. അസ്തമയ സൂര്യൻ മങ്ങുമ്പോൾ കിഴക്കൻ ചക്രവാളം വെളുത്ത ആകാശത്തിനെതിരെ ഇരുണ്ടും മുനകൂർത്തും കാണപ്പെട്ടു. ഒരുപാട് പാറക്കല്ലുകൾ മാത്രം. എൽഫ്ലാൻഡിന്റെ ഒരടയാളം പോലും അവിടെയില്ല. മങ്ങിയ വെളിച്ചം പതിഞ്ഞു കാണപ്പെട്ടു. പക്ഷേ അത് ഭൂമിയുടെ സന്ധിയായിരുന്നു എന്നും എൽഫ്ലാൻഡിനെയും ഭൂമിയെയും വേർതിരിക്കുന്ന കട്ടിയുള്ള ആ അതിരല്ലായിരുന്നു അതെന്നും അവൻ അറിയില്ലായിരുന്നു. നമുക്ക് പരിചിതമായ ആ നക്ഷത്രങ്ങൾ ആകാശത്തുദിച്ചു. അവയുടെ പരിചിതമായ കൂട്ടങ്ങൾക്ക് കീഴിൽ അൽവറിക് ഉറങ്ങി. പക്ഷികളില്ലാത്ത തണുത്ത പുലരിയിൽ വിദൂരങ്ങളിൽ നിന്ന് നേർത്ത നിലവിളികൾ കേട്ട് അവൻ ഉണർന്നു. അവ സ്വപ്നങ്ങളെപ്പോലെ സ്വപ്നലോകത്തേക്ക് മടങ്ങുന്നതായി അവന് തോന്നി. അവർ വീണ്ടും എൽഫ്ലാൻഡിലേക്ക് പോകുമോ അതോ എൽഫ്ലാൻഡ് വളരെ ദൂരെയായിപ്പോയോ എന്ന് അവൻ ആശ്ചര്യപ്പെട്ടു. അവൻ കിഴക്കൻ ചക്രവാളം മുഴുവൻ അരിച്ചു പിറക്കി നോക്കി. പക്ഷേ ആ വിജനമായ നാട്ടിലെ പാറക്കല്ലുകൾ മാത്രമാണ് കണ്ടത്. അങ്ങനെ അവൻ നമുക്ക് പരിചിതമായ ആ വയലുകളിലേക്ക് തിരിഞ്ഞു. അവന്റെ മനസ്സിലെ തിടുക്കമെല്ലാം കെട്ടടങ്ങിയിരുന്നു. തണുപ്പിലൂടെ അവൻ നടന്നു. പതുക്കെ നടപ്പിൽ നിന്ന് അവന് കുറച്ച് ചൂട് കിട്ടി. പിന്നീട് ശരത്കാല സൂര്യനിൽ നിന്നും അവൻ ദിവസം മുഴുവൻ നടന്നു. സൂര്യൻ വലുതായി ചുവന്നു തുടുക്കുമ്പോൾ അവൻ തുകൽപ്പണിക്കാരന്റെ കുടിലിലെത്തി. അവൻ ഭക്ഷണം ചോദിച്ചു. വൃദ്ധൻ അവനെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അവന്റെ സ്വന്തം അത്താഴത്തിനുള്ള പാത്രം അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്നു. താമസിയാതെ അൽവറിക് വൃദ്ധന്റെ പഴയ മേശക്കടിയിൽ അണ്ണാൻകാലുകളും മുള്ളൻപന്നിയും മുയലിറച്ചിയും നിറഞ്ഞ പാത്രത്തിനു മുന്നിലിരുന്നു. അൽവറിക് കഴിക്കുന്നതുവരെ വൃദ്ധൻ കഴിക്കാൻ കൂട്ടാക്കിയില്ല. അവനവനെ വളരെ ശ്രദ്ധയോടെ പരിചരിച്ചു. അൽവറിക് മുയലിന്റെ പുറംഭാഗം വൃദ്ധന് നൽകി. എൽഫ്ലാൻഡിനെക്കുറിച്ച് ചോദിക്കാൻ പറ്റിയ സമയം ഇതാണെന്നവന് തോന്നി. സന്ധ്യ കൂടുതൽ അകലെയാണ്, അൽവറിക് പറഞ്ഞു. അതെ അതെ, മനസ്സിലെന്തായിരുന്നാലും വൃദ്ധൻ അർത്ഥംശൂന്യമായി പറഞ്ഞു. അതെപ്പോഴാണ് പോയത്? അൽവറിക് ചോദിച്ചു. സന്ധ്യയോ യജമാനനെ? അവനെ ആതിഥേയൻ ചോദിച്ചു. അതെ, അൽവറിക് പറഞ്ഞു. ആ സന്ധ്യ, വൃദ്ധൻ മറുപടി പറഞ്ഞു. അതിര്? അൽവറിക് ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്തിനാണങ്ങനെ ചെയ്യുന്നതെന്നവൻ അറിയില്ലായിരുന്നു. അതിര്, ഇവിടെയും എൽഫ്ലാൻഡിനും ഇടയിലുള്ള അതിര്. എൽഫ്ലാൻഡ് എന്ന വാക്ക് കേട്ടപ്പോൾ വൃദ്ധന്റെ കണ്ണുകളിൽ നിന്ന് എല്ലാ ഭാവങ്ങളും മാഞ്ഞുപോയി. ആ, അവൻ പറഞ്ഞു. വൃദ്ധ, അൽവറിക് പറഞ്ഞു, എൽഫ്ലാൻഡ് എവിടെ പോയെന്ന് നിങ്ങൾക്കറിയാം. പോയോ? വൃദ്ധൻ ചോദിച്ചു. ആ നിഷ്കളങ്കമായ ആശ്ചര്യം സത്യമായിരിക്കുമെന്ന് അൽവറിക് ചിന്തിച്ചു. പക്ഷേ അവനറിയായിരുന്നു അതെവിടെയായിരുന്നുവെന്ന്. അതവന്റെ വാതിൽക്കൽ നിന്ന് 2 വയലുകൾക്കപ്പുറത്തെ മാത്രമുണ്ടായിരുന്നു. എൽഫ്ലാൻഡ് ഒരിക്കൽ അടുത്ത വയലിലായിരുന്നു. വൃദ്ധന്റെ കണ്ണുകൾ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു.
അവൻ കുറച്ചുനേരം പഴയ ദിവസങ്ങളെ നോക്കിയിട്ട് തലയാട്ടി. അൽവറിക് അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. നിങ്ങൾക്ക് എൽഫ്ലാൻഡിനെ അറിയാമായിരുന്നു? അവൻ വിളിച്ചു പറഞ്ഞു. അപ്പോഴും വൃദ്ധൻ ഉത്തരം നൽകിയില്ല. അതിരുകൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. ഞാൻ വയസ്സായി, തങ്കൽപ്പണിക്കാരൻ പറഞ്ഞു. എനിക്ക് ചോദിക്കാൻ ആരുമില്ല. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അൽവറിക്കിന് അറിയാമായിരുന്നു തന്റെ പഴയ ഭാര്യയെക്കുറിച്ചാണ് അവൻ ചിന്തിക്കുന്നതെന്നും അവൾ ജീവനോടെ അവിടെ നിന്നിരുന്നാൽ പോലും എൽഫ്ലാൻഡിനെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കില്ലായിരുന്നു എന്നും. കൂടുതലൊന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ഷേ ചില വാശികൾ അവനെ പ്രതീക്ഷയില്ലാത്ത ആ വിഷയത്തിൽ തന്നെ പിടിച്ചു നിർത്തി. ഇവിടെ കിഴക്കൻ ഭാഗത്ത് ആരാണ് താമസിക്കുന്നത്? കിഴക്കൻ ഭാഗത്തോ? വൃദ്ധൻ മറുപടി പറഞ്ഞു. യജമാനന് വടക്കും തെക്കും പടിഞ്ഞാറും ഇല്ലാണ്ട് നിൽക്കുമ്പോൾ താങ്കൾ എന്തിനാണ് കിഴക്ക് നോക്കുന്നത്? അവന്റെ മുഖത്തൊരു യാചനയുടെ ഭാവമുണ്ടായിരുന്നു. പക്ഷേ അൽവറിക് അത് ശ്രദ്ധിച്ചില്ല. കിഴക്കൻ ഭാഗത്ത് ആരാണ് താമസിക്കുന്നത്? അവൻ ചോദിച്ചു. കിഴക്കൻ ഭാഗത്ത് ആരും താമസിക്കുന്നില്ല, അവൻ മറുപടി പറഞ്ഞു. അത് സത്യമായിരുന്നു. അവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അൽവറിക് ചോദിച്ചു. വൃദ്ധൻ തന്റെ പാത്രത്തിലെ കറിയുടെ കാര്യം നോക്കാൻ തിരിഞ്ഞു. പിറുപിറുന്നത് അവനെന്നൊഴികെ ആരും കേട്ടില്ല. ഭൂതകാലം, അവൻ പറഞ്ഞു. കൂടുതലൊന്നും വൃദ്ധൻ പറയാൻ തയ്യാറായില്ല. അവൻ പറഞ്ഞതിന് വിശദീകരണവും നൽകിയില്ല. അതുകൊണ്ട് അൽവറിക് അവനോട് രാത്രി അവിടെ കിടക്കാമോ എന്ന് ചോദിച്ചു. അവന്റെ ആതിഥേയൻ അവന് വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഓർമ്മിച്ചെന്ന അതേ കട്ടിൽ തന്നെ കാണിച്ചു കൊടുത്തു. അൽവറിക് കൂടുതൽ ചർച്ചകളില്ലാതെ ആ കട്ടിൽ സ്വീകരിച്ചു. അങ്ങനെ വൃദ്ധന് തന്റെ അത്താഴം കഴിക്കാൻ സാധിച്ചു. താമസിയാതെ അൽവറിക് നല്ല ഉറക്കത്തിലായി. അവൻ അവസാനം പൂർണ്ണമായി വിശ്രമിക്കാൻ സാധിച്ചു. അതേസമയത്ത് അൽവറിക് ഒന്നുമറിയില്ലെന്ന് കരുതിയ പല കാര്യങ്ങളെക്കുറിച്ചും അവന്റെ ആതിഥേയൻ പതുക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്നു. നമുക്ക് പരിചയമുള്ള വയലുകളിലെ പക്ഷികൾ അൽവറിക്കിനെ ഉണർത്തിയപ്പോൾ ഒക്ടോബറിന്റെ അവസാനമായിരുന്നു. ആ പ്രഭാതം അവനെ വസന്തകാലത്തെ ഓർമ്മിപ്പിച്ചു. അവൻ എഴുന്നേറ്റ് പുറത്തിറങ്ങി എൽഫ്ലാൻഡിന്റെ ഭാഗത്തുള്ള വൃദ്ധന്റെ വീടിനെ കിളിവാതിലുകളില്ലാത്ത ആ ചെറിയ വയലിലെ ഏറ്റവും ഉയർന്ന ഭാഗത്തേക്ക് പോയി. അവിടെ നിന്ന് കിഴക്കോട്ട് നോക്കി ആകാശത്തിന്റെ വളഞ്ഞ വരവരെ അതേ തരിശായ വിജനമായ പാറ നിറഞ്ഞ സമതലം കണ്ടു. ഇന്നലെ ഉണ്ടായിരുന്നത് തലേനാളത്തേതിനും മാറ്റമില്ലാതെ കാണപ്പെട്ടു. പിന്നീട് തുകൽപ്പണിക്കാരൻ അവന് പ്രഭാതഭക്ഷണം നൽകി. അതിനുശേഷം അവൻ പുറത്തുപോയി വീണ്ടും സമതലത്തിലേക്ക് നോക്കി. ഉച്ചഭക്ഷണ സമയത്ത് അവന്റെ ആതിഥേയൻ അവനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ധൈര്യപ്പെട്ടപ്പോൾ അൽവറിക് വീണ്ടും എൽഫ്ലാൻഡിന്റെ വിഷയം മുന്നോട്ടുവച്ചു. വൃദ്ധന്റെ സംസാരത്തിലോ മൗനത്തിലോ എന്തോ ഒന്ന് അൽവറിക്കിന് ഇപ്പോഴും ഇളം നീല നിറമുള്ള എൽഫിൻ പർവ്വതങ്ങളുടെ സ്ഥാനം സംബന്ധിച്ച ചില വാർത്തകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷ നൽകി. അങ്ങനെ അവൻ വൃദ്ധനെയും കൂട്ടി പുറത്തേക്ക് പോയി കിഴക്കോട്ട് തിരിഞ്ഞു. അവന്റെ കൂട്ടുകാരൻ വിമുഖതയോടെ അങ്ങോട്ട് നോക്കി. അവിടെയുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു പാറയിലേക്ക് ചൂണ്ടി ഒരു നിശ്ചിത കാര്യത്തെക്കുറിച്ച് ഒരു പ്രത്യേക വാർത്ത ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ അവൻ ചോദിച്ചു, "ആ പാറ ഇവിടെ എത്ര കാലമായുണ്ട്?" അവന്റെ പ്രതീക്ഷയ്ക്ക് ലഭിച്ച ഉത്തരം ആപ്പിൾ പൂക്കൾക്ക് ആലിപ്പഴം പോലെയായിരുന്നു. "അത് അവിടെയുണ്ട്, നമ്മളതിനെ അംഗീകരിക്കണം." ആ പ്രതീക്ഷിത മറുപടി അൽവറിക്കിനെ സ്തബ്ധനാക്കി. ഒരു നിശ്ചിത കാര്യത്തെക്കുറിച്ചുള്ള യുക്തിരസകമായ ചോദ്യങ്ങൾക്ക് യുക്തിപരമായ ഉത്തരം ലഭിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവന്റെ വിചിത്രമായ യാത്രയെ നയിക്കാൻ പ്രായോഗിക വിവരങ്ങൾ നേടുന്നതിൽ അവൻ നിരാശപ്പെട്ടു. അങ്ങനെ അവൻ ഉച്ചകഴിഞ്ഞ നേരം മുഴുവൻ കുടിലിന്റെ കിഴക്കുഭാഗത്ത് നടന്നു. വിരസമായ സമതലത്തിലേക്ക് നോക്കി. അതിനു മാറ്റമില്ല, അത് അനങ്ങുന്നേയുമില്ല. ഇളം നീല പർവ്വതങ്ങൾ പ്രത്യക്ഷപ്പെട്ടില്ല. എൽഫ്ലാൻഡ് തിരികെ വന്നില്ല. സന്ധ്യയായി. പാറകൾ അസ്തമയ സൂര്യന്റെ നേർത്ത രശ്മികളിൽ മങ്ങിത്തിളങ്ങി. അത് അസ്തമിച്ചപ്പോൾ ഇരുണ്ടു. ഭൂമിയുടെ എല്ലാ മാറ്റങ്ങളോടും അതു ചേർന്നു. പക്ഷേ എൽഫ്ലാൻഡിന്റെ മാന്ത്രികതയൊന്നും അതിനുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു വലിയ യാത്ര പോകാൻ അൽവറിക്ക് തീരുമാനിച്ചത്. അവൻ കുടിലിലേക്ക് മടങ്ങി. അവന് ഒരുപാട് സാധനങ്ങൾ വാങ്ങണമെന്ന് തുകൽപ്പണിക്കാരനോട് പറഞ്ഞു. അവന് ചുമക്കാൻ കഴിയുന്നത്രയും. അത്താഴ സമയത്ത് അവരെന്ത് സാധനങ്ങൾ വാങ്ങണമെന്ന് ആസൂത്രണം ചെയ്തു. വൃദ്ധൻ അടുത്ത ദിവസം അയൽവാസികളുടെ അടുത്ത് പോകാമെന്ന് വാഗ്ദാനം ചെയ്തു. ഓരോരുത്തരിൽ നിന്നും എന്തൊക്കെയാണ് ലഭിക്കുക എന്ന് അവനോട് പറഞ്ഞു. വേട്ടയിൽ ദൈവം സഹായിച്ചാൽ കുറച്ചുകൂടി കിട്ടുമെന്നും പറഞ്ഞു. കാരണം നഷ്ടപ്പെട്ട ആ നാഗ് കണ്ടെത്തുന്നതുവരെ കിഴക്കോട്ട് യാത്ര ചെയ്യാൻ അൽവറിക്ക് തീരുമാനിച്ചു. അൽവറിക്ക് നേരത്തെ ഉറങ്ങി. ദീർഘനേരം ഉറങ്ങി എൽഫ്ലാൻഡിനു വേണ്ടിയുള്ള അന്വേഷണത്തിൽ നിന്നുണ്ടായ ക്ഷീണമെല്ലാം മാറി. വേട്ട കഴിഞ്ഞു വരുമ്പോൾ വൃദ്ധൻ അവനെ ഉണർത്തി. വൃദ്ധൻ വേട്ടയാടി പിടിച്ച ജീവികളെ അവന്റെ പാത്രത്തിലിട്ട് തീയിലിട്ടു. അൽവറിക്ക് അവന്റെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവനുവേണ്ടി പാകം ചെയ്യാൻ തുടങ്ങി. രാവിലെ മുഴുവൻ തുകൽപ്പണിക്കാരൻ അയൽവാസികളുടെ വീടുകൾ കയറിയിറങ്ങി. നമുക്കറിയാവുന്ന വയലുകളുടെ അരികിലുള്ള ചെറിയ കൃഷിയിടങ്ങളിൽ താമസിക്കുന്നവർ. ചിലരിൽ നിന്ന് ഉപ്പിലിട്ട മാംസം, മറ്റൊരാളിൽ നിന്ന് ഒരുതരം ചീസുമെല്ലാം വാങ്ങി ഉച്ചഭക്ഷണത്തിന് മുൻപ് തന്നെ വീട്ടിലെത്തി.
വൃദ്ധൻ ചുമന്നു കൊണ്ടുവന്ന ആഹാരസാധനങ്ങളെല്ലാം അൽവരിക്കൊരു ചാക്കിലും കുറച്ചവന്റെ സഞ്ചിയുടെ അറയിലും നിറച്ചു. അവന്റെ വെള്ളക്കുപ്പിയും നിറച്ചു. കൂടാതെ വിജനമായ ആ നാട്ടിൽ അരുവികളൊന്നും കാണാത്തതിനാൽ അവന്റെ ആതിഥേയൻ ഉണ്ടാക്കിക്കൊടുത്ത 2 വലിയ തോൽക്കുപ്പികളും നിറച്ചു. ഇങ്ങനെ തയ്യാറെടുത്ത് അവൻ കുടിലിൽ നിന്ന് കുറച്ചു ദൂരം നടന്നു. എൽഫ്ലാൻഡ് വിട്ടുപോയ ആ നാട്ടിലേക്ക് വീണ്ടും നോക്കി. 2 ആഴ്ചത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ ചുമക്കാൻ അവന് കഴിയുമെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവൻ തിരികെ വന്നു. സന്ധ്യയായപ്പോൾ വൃദ്ധൻ അണ്ണാനിറച്ചി കഷ്ണങ്ങളാക്കി പാകം ചെയ്യുമ്പോൾ അൽവരിക് കുടിലിന്റെ കിളിവാതിലില്ലാത്ത ഭാഗത്ത് വീണ്ടും നിന്നു. ഒറ്റപ്പെട്ട ആ ഭൂമിയിലേക്ക് നോക്കി. സൂര്യാസ്തമയത്തിൽ നിറം മാറിയ ആ മേഘങ്ങളിൽ നിന്നും ശാന്തമായ ഇളം നീല പർവ്വതങ്ങൾ ഉയർന്നുവരുമെന്ന് അവൻ എപ്പോഴും പ്രതീക്ഷിച്ചു. പക്ഷെ ഒരു കൊടുമുടിയും അവൻ കണ്ടില്ല. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു. ഒക്ടോബറിന്റെ അവസാനവും അതോടുകൂടി കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ അൽവരിക് കുടിലിൽ നിന്ന് വയറു നിറയെ ഭക്ഷണം കഴിച്ചു. പിന്നെ ഭക്ഷണസാധനങ്ങളുള്ള ഭാരമുള്ള സഞ്ചിയുമെടുത്ത് ആതിഥേയന് പൈസ കൊടുത്ത് യാത്ര തുടങ്ങി. കുടിലിന്റെ വാതിൽ പടിഞ്ഞാറത്തേക്കായിരുന്നു തുറന്നിരുന്നത്. വൃദ്ധൻ യാത്രയേൽപ്പ് നൽകി സ്നേഹത്തോടെ അവനെ യാത്രയയച്ചു. പക്ഷെ കിഴക്കോട്ട് പോകുന്ന അവനെ കാണാൻ വീട്ടിനു ചുറ്റും പോകാൻ അവന് തയ്യാറായില്ല. ആ യാത്രയെക്കുറിച്ച് സംസാരിക്കാനും അവൻ ഇഷ്ടപ്പെട്ടില്ല. അവനെ സംബന്ധിച്ച് ദിശകൾ 3 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾക്കറിയാവുന്ന വയലുകളിൽ നിന്ന് എൽഫ്ലാൻഡ് വിട്ടുപോയ മറ്റൊന്നും അടുത്തുകൂടി പോകാത്ത ആ നാട്ടിലേക്ക് അൽവരിക് പോകുമ്പോൾ തെളിഞ്ഞ ശരത്കാല സൂര്യൻ ഉച്ചസ്ഥായിയിൽ എത്തിയിരുന്നില്ല. അവന്റെ തോളിൽ വലിയ ചാക്കും അരയിൽ വാളുമുണ്ടായിരുന്നു. അവൻ കണ്ട ഓർമ്മകളുടെ മെയ്മരങ്ങളെല്ലാം ഇപ്പോൾ വാടിപ്പോയിരുന്നു. ആ നാട്ടിലെ പഴയ പാട്ടുകളും ശബ്ദങ്ങളും ഇപ്പോൾ നെടുവീർപ്പുകൾ പോലെ നേർത്തതായിരുന്നു. അവയുടെ എണ്ണം കുറഞ്ഞുവരുന്നതുപോലെ അവന് തോന്നി. ചിലതിനോടകം മരിച്ചിരിക്കാം, അല്ലെങ്കിൽ എൽഫ്ലാൻഡിലേക്ക് തിരികെ പോയിരിക്കാം. യാത്രയുടെ തുടക്കത്തിലുണ്ടാകുന്ന ഊർജ്ജസ്വലതയോടെ അൽവരിക് അന്നു മുഴുവൻ യാത്ര ചെയ്തു. വലിയ ഭാരമുള്ള ഭക്ഷണസാധനങ്ങളും അവന്റെ തോളിൽ കട്ടിയുള്ളൊരു പുതപ്പും അവന്റെ വലതുകൈയിൽ ഒരു വടിയുമുണ്ടായിരുന്നിട്ടും അതവന് മുന്നോട്ട് നയിച്ചു. ഒരു വടിയും ചാക്കും വാളുമായി അവനൊരു വിചിത്ര രൂപമായിരുന്നു. പക്ഷേ അവനൊരു ലക്ഷ്യം, ഒരു പ്രചോദനം, ഒരു പ്രതീക്ഷ പിന്തുടർന്നു. അങ്ങനെ ചെയ്യുന്ന എല്ലാ മനുഷ്യരുടെയും വിചിത്രത അവനും പങ്കുവച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും നിർത്തിയിട്ട് അവൻ പതുക്കെ വീണ്ടും നടന്നു. സന്ധ്യ വരെ നടന്നു. അപ്പോഴും അവൻ ഉദ്ദേശിച്ചതുപോലെ വിശ്രമിച്ചില്ല. കാരണം സന്ധ്യയായി. കിഴക്കൻ ആകാശത്ത് ഇരുട്ട് കട്ടിയായപ്പോൾ അവൻ തുടർച്ചയായി അവന്റെ വിശ്രമത്തിൽ നിന്ന് എഴുന്നേറ്റു. എൽഫ്ലാൻഡിന്റെ അതിർത്തി സൃഷ്ടിക്കുന്ന ആ കട്ടിയുള്ള ഇരുട്ടാണോ അതെന്നറിയാൻ കുറച്ചുകൂടി മുന്നോട്ടുപോയി നോക്കി. പക്ഷെ അത് എപ്പോഴും ഭൗമികമായ സന്ധ്യയായിരുന്നു. പിന്നീട് നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അവ ഭൂമിയെ നോക്കുന്ന എല്ലാ പരിചിതമായ നക്ഷത്രങ്ങളുമായിരുന്നു. പിന്നീടവൻ ഉരുണ്ടതും പായലില്ലാത്തതുമായ പാറകൾക്കിടയിൽ കിടന്നു. അപ്പവും ചീസും വെള്ളവും കഴിച്ചു. രാത്രിയുടെ തണുപ്പ് സമതലത്തിൽ വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ തനിക്കുള്ള വിറകിന്റെ ചെറിയ കെട്ടുകൊണ്ട് ഒരു ചെറിയ തീ കൂട്ടി അവന്റെ പുതപ്പും പുതച്ച് അതിനടുത്തായി കിടന്നു. കനലുകൾ കറുക്കുന്നതിനു മുൻപ് തന്നെ അവൻ നല്ല ഉറക്കത്തിലായി. പക്ഷികളുടെ ശബ്ദമോ ഇലകളുടെയോ പുല്ലുകളുടെയോ നേർത്ത ശബ്ദമോ ഇല്ലാതെയായിരുന്നു പുലരി വന്നത്. മരിച്ച നിശബ്ദതയിലും തഴുപ്പിലുമായിരുന്നു പുലരി വന്നത്. ആ സമതലത്തിൽ ഒന്നും വെളിച്ചത്ത് സ്വാഗതം ചെയ്യുന്നതായി തോന്നിയില്ല. ആ വിചിത്രമായ പാറകളിൽ എന്നും ഇരുട്ടുമാത്രമായിരുന്നുവെങ്കിൽ നന്നായിരുന്നുവെന്ന് അൽവരിക് ചിന്തിച്ചു. അവരുടെ രൂപമില്ലാത്ത കൂട്ടങ്ങൾ മങ്ങിയതായി കണ്ടപ്പോൾ എൽഫ്ലാൻഡ് പോയതുകൊണ്ട് ഇനി ഇരുട്ടാണ് നല്ലത്. ആ മന്ത്രികമില്ലാത്ത സ്ഥലത്തിന്റെ ദുരിതം പുലരിയുടെ തണുപ്പോടെ അവന്റെ മനസ്സിലേക്ക് കടന്നുവന്നെങ്കിലും അവന്റെ തീവ്രമായ പ്രതീക്ഷ ഇപ്പോഴും ജ്വലിച്ചു. അവന്റെ ഒറ്റപ്പെട്ട തീയുടെ തണുത്ത കറുത്ത വൃത്തത്തിനരികേത്ത് ഭക്ഷണം കഴിക്കാൻ അവന് കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിഴക്കോട്ട് പാറകളിലൂടെ മുന്നോട്ടു പോകാൻ അതവനെ തിടുക്കപ്പെടുത്തി. പുല്ലിന്റെ ഒരു ഇലയുടെ സഹായമില്ലാതെ അവൻ രാവിലെ മുഴുവൻ യാത്ര ചെയ്തു. അവൻ മുൻപ് കണ്ട സ്വർണ്ണപക്ഷികൾ വളരെ മുൻപുതന്നെ എൽഫ്ലാൻഡിലേക്ക് മടങ്ങിപ്പോയിരുന്നു. നമ്മുടെ വയലുകളിലെ പക്ഷികളും നമുക്കറിയാവുന്ന എല്ലാ ജീവജാലങ്ങളും ആ ശൂന്യമായ സ്ഥലം ഒഴിവാക്കി. ഓർമ്മകൾ തിരികെ സന്ദർശിക്കാൻ പോകുന്ന ഒരു മനുഷ്യനെപ്പോലെ അൽവരിക് ഒറ്റയ്ക്ക് യാത്ര ചെയ്തു. പക്ഷേ ഓർമ്മകളുള്ള സ്ഥലത്തിനു പകരം എല്ലാ ആകർഷണവും നഷ്ടപ്പെട്ട ഒരിടത്തായിരുന്നു അവൻ. തലേ ദിവസത്തേക്കാൾ കുറഞ്ഞ ഭാരം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൻ കൂടുതൽ ക്ഷീണിച്ചുപോയി. കാരണം തലേ ദിവസത്തെ ക്ഷീണം അവനെ കൂടുതൽ അലട്ടി. അവൻ ഉച്ചയ്ക്ക് ദീർഘനേരം വിശ്രമിച്ചിട്ട് യാത്ര തുടർന്നു. ലക്ഷങ്ങളോളം പാറകൾ ചക്രവാളത്തിൽ നേരിയതായി കാണപ്പെട്ടു. ദിവസം മുഴുവൻ അവന് വളരെ നേരത്തെ ഇളം നീലമലകളുടെ ഒരു കാഴ്ചയും ലഭിച്ചില്ല. അന്ന് വൈകുന്നേരം അവന്റെ കുറഞ്ഞ വിറകിണ്ടെന്ന് അൽവരിക് മറ്റൊരു തീ ഉണ്ടാക്കി. ആ പാഴട സ്ഥലത്ത് അതിന്റെ ചെറിയ തീജ്വാല ഒറ്റയ്ക്കുയരുന്നത് ഭീകരമായ ഏകാന്തത വെളിപ്പെടുത്തി. അവൻ തീയുടെ അരികിലിരുന്ന് ലിറാസലിനെക്കുറിച്ച് ചിന്തിച്ചു. പ്രതീക്ഷ ഉപേക്ഷിക്കാൻ അവൻ തയ്യാറായില്ല. ആ പാറകളിലേക്ക് ഒരു നോക്കം മതിയായിരുന്നു അവനോട് പ്രതീക്ഷിക്കരുതെന്ന്.
കാരണം അവയുടെ രൂപമില്ലാത്ത കൂട്ടങ്ങൾ അതേ സൃഷ്ടിച്ച സമതലത്തിന്റെ ഭാഗമായിരുന്നു എന്ന് അവ സൂചിപ്പിച്ചു.